ഈ ഒരു കാർഗോ എന്ന് പറഞ്ഞ സൈക്കിൾ ഇലക്ട്രിക് സൈക്കിളാണ്. ഇത് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു ലോഡൊക്കെ കയറ്റി വെച്ചിട്ട് ആണ് നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്നത്. കോഴിക്കോട് കാരന്തൂരുള്ള അമൃത ഏജൻസിയിലാണ് ഫ്രണ്ട്സ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാക്കിൽ പപ്പേട്ടുണ്ട്. പപ്പേട്ടൻ നമ്മളെ ഒരുപാട് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പരിചയമുണ്ടാവും. പപ്പേട്ടൻ എന്താ നമ്മൾ പ്രേക്ഷകരോട് പറയാനുള്ളത്? കഴിഞ്ഞ വീഡിയോനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. നല്ലോണം നല്ല എൻക്വയറി ഉണ്ട്, നല്ലോണം ആൾക്കാർ വരുന്നുണ്ട്, വളരെ സന്തോഷമായി ബിസിനസ് നടക്കുന്നുണ്ട്, വളരെ ഡിസ്കൗണ്ടിൽ നമ്മൾ സാധനം സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ പല വെറൈറ്റി സാധനങ്ങൾ ഏതൊക്കെ കമ്പനി ഉണ്ട് എല്ലാ കമ്പനി സാധനം ഇറക്കിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് പരിചയപ്പെടുത്താം. ഒരുപാട് കയറി വരുമ്പോൾ തന്നെ ഒരുപാട് ഡിഫറെന്റ് കളേഴ്സിലുള്ള സൈക്കിളുകൾ കാണുന്നുണ്ട്. ആദ്യം പപ്പയുടെ അവിടെ ഇലക്ട്രിക് സ്കൂട്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിക് സ്കൂട്ടർ ഇപ്പം കളക്ഷൻ കുറവാണ്. എന്തുകൊണ്ടാണ്? അതെ, കളക്ഷൻ വെക്കാത്ത വെച്ചാൽ നമ്മളെ കമ്പനി രജിസ്ട്രേഷൻ വേണ്ടി വരാൻ പോകും. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് പവർ കൂടിയുണ്ട്. അപ്പോൾ ഈ സാധനം കുറച്ചിട്ട് വിറ്റ് എല്ലാം ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. 2 മാസം 2.5 മാസം പറ്റും. അപ്പോൾ അവിടെ ഇതൊക്കെയാണ് സൈക്കിൾ അല്ലേ? ഇത് നെക്സുന്റെ ഇലക്ട്രിക് സൈക്കിൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്യുന്നതാണ്. നെക്സുന്റെ 30 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന 35 രൂപേന്റെ വില. ഏകദേശം സ്റ്റാർട്ടിങ് സൈക്കിളിൽ എന്താ വില? സൈക്കിൾ നമ്മള് സാധാ സൈക്കിളൊക്കെ ആണെങ്കിൽ ചെറിയ കുട്ടികളുടെ സൈക്കിൾ ഒരു 3000 താഴോട്ടുണ്ട്. 2500 മുതൽ 35,000 വരെയുള്ള സൈക്കിളോടെ ഉണ്ട് അല്ലേ? പിന്നെ നമ്മളെ പണ്ടത്തെ ഒരു സൈക്കിളില്ലേ, ഇതാ ഹെർക്കുലീസിന്റെ സൈക്കിള്. ഇതൊക്കെ പണ്ടത്തെ നമ്മളെ ഒരു നൊസ്റ്റാൾജിയ പണ്ടത്തെ അല്ലേ പപ്പേടാ? പണ്ട് ഞാൻ പത്രം ഇടാനൊക്കെ ഈ സൈക്കിൾ പോയിരുന്നത്. ഇത് ഹെർക്കുലീസിന്റെ അല്ലേ? അതിന് ചേർത്താൽ ഇത് ഫ്രണ്ട്സ് ഹെർക്കുലീസിന്റെ പണ്ടത്തെ നമ്മളെ സൈക്കിള് ഒരു വണ്ടി എന്നൊക്കെ പറയില്ല ഇതിന്. ഇതെന്താ വില വരുന്നത് പപ്പേടാ? 7.5 ആണല്ലേ? ഡിസ്കൗണ്ട് ആയി കൊടുക്കും. അത് മതി. അപ്പൊ നമ്മളെ ഫ്രണ്ട്സ് നമ്മളെ വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങൾ ചോദിച്ചു വാങ്ങണേ. ഇന്നിപ്പോ തിരുവമ്പാടിന്റെ പാർട്ടി കൂമ്പാറുള്ള പാർട്ടി എടുത്തിട്ടുണ്ട് ഡിസ്കൗണ്ട് കൊടുത്തവർക്ക് നല്ല ഡിസ്കൗണ്ട്. അപ്പൊ ഫ്രണ്ട്സ് ഇതൊന്നും നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോവാണ്. ഈ സൈക്കിൾ കാർഗോ നെക്സു കാർഗോ എന്ന് പറഞ്ഞ സൈക്കിളാണ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫ്രണ്ട്സ് ഇതാ ഈ ഓപ്ഷൻ ഉണ്ടല്ലേ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓടിക്കാൻ പോകുന്നത്. ഷോറൂം ഫുൾ ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ, നമ്മൾ ഉള്ളോട്ട് നടക്കാം. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. കമ്പനിയാണ് നല്ല വണ്ടിയാണ്. നല്ല ടാൻഡത്തിന്റെ വണ്ടിയാണ്. ഓക്കെ പപ്പേട്ടാ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൈക്കിൾ കളക്ഷൻസ് ഉള്ള പപ്പടന്റെ അടുത്താണോ? അതിന്റെ എന്നാണ് എനിക്ക് പ്രതീക്ഷ. വലിയ ആൾക്കാരുണ്ടാവും. പ്രതീക്ഷ പറയാൻ പറ്റൂല. നമ്മളെ സുഹൃത്താണ്. വാശിയില്ല. നമ്മളെ നോർമൽ കച്ചവടം നമ്മൾ ഉദ്ദേശിക്കുന്നത്. നോർമൽ കച്ചവടം, നല്ല കണ്ടീഷൻ പോകണം. കസ്റ്റമർ നമുക്ക് വളരെ കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക. അതായത് സാധനം വാങ്ങിക്കൊണ്ടിരുന്ന് കേടാപാടൊക്കെ വന്ന് നമ്മൾ സഹായിച്ചു കൊടുക്കുക, ബിസിനസ് നന്നായിട്ട് നല്ല സർവീസ് കൊടുക്കുക, അതൊക്കെയാണ് ഉദ്ദേശം. ഓക്കെ, അവിടെ വണ്ടി ഇവിടെ തന്നെ അസംബിൾ ചെയ്യുന്നത് ഒന്ന് കാണിച്ചു തരാം. വണ്ടി അസംബിൾ ചെയ്യാൻ വണ്ടി എടുക്കുകയാണെങ്കിൽ ഫ്രണ്ട്സ് ഇവിടെ തന്നെയാണ് ഇവർ വണ്ടി ഫുള്ള് അസംബിൾ ചെയ്യുന്നത്. ഇവിടെ ബോക്സ് വന്നിട്ട് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം അല്ലേ? എല്ലാ സാധനവും സെറ്റ് അവരാണ് ചെയ്യുന്ന ആൾക്കാർ. സാലുന്റെ പേരല്ലേ? അല്ല, അപ്പൊ സാലു പേരുണ്ട്. അത് ഗിയറൊക്കെ ഇവിടെ മാറ്റി കൊടുക്കും, സർവീസ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഗിയർ സൈക്കിൾ ഉള്ളവര് വേറെ അങ്ങോട്ട് പോകണ്ട, കോഴിക്കോട് കാരന്തൂരേക്ക് വന്നാൽ മതി. ഗിയർ പെട്രോൾ പമ്പിന്റെ അടുത്തല്ല, പാലക്കൽ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്താണ് അമൃത ഏജൻസി. ഇവിടെ സർവീസിങ്ങും വണ്ടിയുടെ സൈക്കിളിന്റെ ഗിയറും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കംപ്ലൈന്റ് ഉള്ള സൈക്കിളൊക്കെ ആണെങ്കിൽ റെഡി ആക്കി കൊടുക്കും. നമ്മൾ മാർക്കസിന്റെ അടുത്തല്ലോ പാടാ. ഓക്കെ, ഇലക്ട്രിക് കാറിന്റെ കാര്യം പറയാം. ഇതൊക്കെ സ്പെയറുകളാണ്, വണ്ടിയുടെ സൈക്കിളിന്റെ സ്പെയറാണ്. സൈക്കിള് മാത്രമല്ല ഫ്രണ്ട്സ്, ഇവിടെ അക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈക്കിളിന്റെ ബെല്ല്, എല്ലാ സാധനം സെറ്റ് വെച്ചിട്ടുണ്ട്. സീറ്റ് ഉണ്ട്, സീറ്റ് കവർ ഉണ്ട്, പൂട്ടുകൾ, ഇങ്ങനെ എല്ലാ സാധനങ്ങളും, പൂട്ട്, ലൈറ്റ്, ഇങ്ങനെ എല്ലാ ലോക്ക് കാര്യങ്ങളൊക്കെ, സ്റ്റാൻഡ്, സ്റ്റാൻഡ്, ബാഗ്, സൈക്കിളിൽ പോകാനുള്ള ബാഗ്, ഫോണൊക്കെ വെക്കാനുള്ള ബാഗ്, ഇങ്ങനെ എല്ലാ സാധനവും. പിന്നെ മുകളിൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട്സ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. കിഡ്സിൻ്റെതാണ് മൊത്തം. ജസ്റ്റ് ഒന്ന് മുകളിൽ കയറി വെക്കാം.
ഫ്രണ്ട്സ് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുവിധം നമ്മൾ കൊള്ളിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഒരുപാട് അതിനെക്കാട്ടി കൂടുതൽ സാധനം വന്നിട്ടുണ്ട്, സൈക്കിളുകൾ വന്നിട്ടുണ്ട്, കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒന്നുകൂടി ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇവിടെ വരാതെ തന്നെ എല്ലാം എൻ്റെ വീഡിയോയിലൂടെ കാണാം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഫ്രണ്ട്സ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഒരു കുട്ടികൾക്ക് പറ്റിയ സൈക്കിള്. ഇതൊരു പുതിയ ഡിസൈനാണ്. 2500 രൂപയാണ് ഇതിന് വില പപ്പട്ടം പറഞ്ഞത്. 2200 രൂപയാണ് ഈ ഒരു മോഡൽ സൈക്കിളിന് കുട്ടികൾക്ക് പറ്റിയ പറഞ്ഞത്. ഇതൊക്കെ ഒരു 8-9 വയസ്സുള്ള കുട്ടികൾക്ക് അല്ലേ? 7-8 എല്ലാ സാധനമുണ്ട്. ഫ്രണ്ട്സ് ആ മുകളിലൊക്കെ ഒരുപാട് സൈക്കിളുകൾ കയറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ സൈക്കിളുകളാണ്. ഇവിടെ ഒരു വലിയ നിര തന്നെ ഉണ്ട്. പപ്പടം പറഞ്ഞത് 2500 രൂപ മുതൽ 35,000 വരെ വില വരുന്ന സൈക്കിളുകൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ ഏത് ടൈപ്പ് സൈക്കിളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ വർക്കിംഗ് ടൈം ഒന്ന് നമ്മളെ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു തരുമോ? കറക്റ്റ് നമ്മളെല്ലാ ദിവസവും തുറക്കും. ഞായറാഴ്ച ഉണ്ട്. ഞായറാഴ്ച. അപ്പോൾ ഞായറാഴ്ച കുറേ കസ്റ്റമർ ഈ ഗവൺമെന്റ് ജീവനക്കാർ കമ്പനി നമ്മളെ കാണാൻ പറ്റുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ തുറന്നു വെച്ചിരുന്നാലേ നടക്കുള്ളൂ. അപ്പോൾ ഓരോ സജഷനാണെങ്കിൽ ഞായറാഴ്ച തുറക്കണമെന്ന് പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം നമ്മൾ തുറക്കുന്നുണ്ട്. നന്നായിട്ട് ആൾ വരുന്നുണ്ട്. സൈക്കിൾ സെലക്ട് ചെയ്യുന്നത് വാങ്ങേണ്ട എല്ലാം പോകുന്നു. സന്തോഷമായിട്ട് അതിൻ്റെ സർവീസും നടക്കുന്നുണ്ട്. സൺഡേ എത്ര മണി വരെ ഉണ്ടാവും? രാവിലെ നമ്മൾ സാധനം 9 മണിക്ക് തുറക്കും, 7 മണിക്ക് പോകും. 7 മണി വരെ ഉണ്ടാവും. വൈകുന്നേരം 7 മണി എല്ലാം.